ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ബജ്ജിയാണ്. രണ്ട് തരത്തിലുള്ള ബജ്ജി, പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാവുന്ന ഒരു ചട്നിയുടെ റെസിപ്പി കൂടെ ഉണ്ട്. കൂടാതെ ഒരു ബോണസ് ഐറ്റം കൂടി ഉണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫീഡ്ബാക്ക്സ് കമൻസായിട്ട് അറിയിക്കാനും മറക്കാതെ ചെയ്യണേ. അതുകൂടാതെ നേരത്തെ റെസിപ്പീസിൻ്റെ പ്ലേ ലിസ്റ്റായിട്ട് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കടലമാവ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ 250 കപ്പിൽ 3 കപ്പാണ് ഇട്ട് കൊടുത്തേക്കണത്. ഇതൊരു 320 ഗ്രാം ഉണ്ടാവും. ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പത്തിരിയുടെ അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ പൊടി അതാണ് ഇട്ട് കൊടുക്കുന്നത്. പുട്ടുപൊടി തരിയുള്ളത് ഇട്ട് കൊടുക്കരുത്. ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ കായപ്പൊടി. ഇതൊരു മണത്തിനായിട്ടാ, ആവശ്യമാണെങ്കിൽ ചെയ്താൽ മതി. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത് ഓപ്ഷനിലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി, എന്തായാലും കൂടത്തില്ല, അത് കാരണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുമ്പോൾ പോരെങ്കിലും ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് വെള്ളം ഒഴിക്കാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ യോജിപ്പിക്കാം. ഇതിലോട്ട് കുറച്ചേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം, കുഴച്ചെടുക്കാം. ഞാൻ കൈ വെച്ചാണ് കുഴയ്ക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. കൂടുതൽ വെള്ളമാവാനും പാടില്ല, കട്ടയാവാനും പാടില്ല. ഇങ്ങനെ മുക്കുമ്പോൾ ഇതിൽ നിന്ന് ഒലിച്ചു പോകാനും പാടില്ല, ആവശ്യത്തിന് ആവും വേണം. അതാണൊരു പാകത്തിൻ്റെ. നമുക്ക് ബജ്ജികൾ ഫ്രൈ ചെയ്ത് എടുക്കാം. 3 മുട്ട എടുത്ത് ഇതുപോലെ നടുവേ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ടുകൊടുക്കാം. മുകളിലോട്ട് കുറച്ച് മീറ്റ് മസാല, വളരെ കുറച്ച് മതി, ഓപ്ഷനിലാണേ. ഞാൻ ഇട്ടുവെന്ന് മാത്രം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ മുട്ട ഉപ്പിട്ട് പുഴുങ്ങിയതാണേ. ഉപ്പിടാതെയാണ് പുഴുങ്ങുന്നതെങ്കിൽ കുറച്ച് ഉപ്പ് പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. അതിനുശേഷം ഇതുപോലെ ഒരു കുഴിയുള്ള പാത്രം എടുക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ കുറച്ച് എണ്ണ വെച്ചാലും നമ്മളിടുന്നത് ബജ്ജികൾ മുങ്ങി കിടന്നോളും. ഇതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മുട്ട ഇതുപോലെ എടുത്ത് ബാറ്ററിൽ മുക്കി കുറേ അധികം ഒന്നും ഇടരുത്, 1-2 ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ ചൂടാവുന്നൊരു ഹൈ ഫ്ലെയിമിലിട്ട് അതിനുശേഷം ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് ചെയ്യാനായിട്ട്. മുട്ട ബജ്ജി റെഡി ആയിട്ടുണ്ട്. അടുത്തത് കൂടി ഇട്ട് കൊടുക്കാം. അടുത്തതുമായിട്ടുണ്ട്.
മുട്ട ബജിയുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുളക് ബജിയാണ്. ഇത്രയും വലിപ്പമുള്ള മുളക് എടുത്തേക്കണേ. ഇതൊന്ന് കഴുകി തുടച്ച് വയ്ക്കാം. ഇതുപോലുള്ള വലിയ മുളകാണെങ്കിൽ നടു കീറിയിട്ട് ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഇത് മോളൊരാഗ്രഹം പറഞ്ഞ് ഫുള്ളായിട്ട് ഇട്ട് നോക്കിയതാ. നല്ല വലുപ്പമായി ആയിണ്ട്. നമുക്കൊന്ന് എടുക്കാം. അടുത്ത മുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം മുളക് രണ്ടായിട്ട് നടുവേ കീറിയിട്ടുള്ളതാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. മോൾ ഭാഗം എണ്ണയിൽ മുങ്ങിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്യണേ. റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്തു മാറ്റാം. ഇതും റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ബോണസ് ഐറ്റം എന്ന് പറയണത്. നമ്മുടെ ബാറ്ററി ലാസ്റ്റ് കുറച്ച് ബാക്കി വന്നായിരുന്നു. അപ്പോൾ ഒരു സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് ആ ബാറ്ററിൽ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത കുഞ്ഞ ടൈപ്പ് ഉള്ളിവടയാണ്. ഉള്ളിവട എന്നാണ് കേട്ടോ ഞങ്ങളിവിടെ പറയുന്നത്. ഇത് കടകളിൽ കിട്ടാൻ വലിയ ടൈപ്പ് ഉഴുന്നുവട ടൈപ്പുള്ള ഉള്ളിവടയല്ല. ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഒരു ചമ്മന്തി ഉണ്ടാക്കാം. ചമ്മന്തിക്കായിട്ട് ഞാൻ വലിയൊരു സവാള എടുത്തിട്ടുണ്ട്. ഇത് വലിയ സവാളയാണ്, ഒരെണ്ണമാണ്, സ്പ്ലിറ്റ് ആയതാണ്. അത് കട്ട് ചെയ്തെടുക്കാം. ജാറിലോട്ട് ഇതിട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക്, 1 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ, ചെറിയൊരു കഷ്ണം പുളി, ഇതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. ഇത് വളരെ തിക്കായ കൺസിസ്റ്റൻസിയാണ്. അത് കാരണം 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് അടിച്ചെടുക്കാം. കറക്റ്റായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ടുണ്ട്. അല്ലാണ്ട് ലൂസായാലും ശരിയാവില്ല. ഇതാണ് പാകം. നമ്മുടെ ബജ്ജികൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചമ്മന്തിയുടെ ഒപ്പം മുക്കി കഴിക്കാൻ യാതൊരു ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് ടൊമാറ്റോ സോസിനോടൊപ്പം മുക്കി കഴിക്കാനും നല്ലത് തന്നെയാണ്. ഈ ചമ്മന്തി നമ്മുടെ ദോശയോടൊപ്പം കഴിക്കാനും പറ്റുന്ന ഒരു ചമ്മന്തിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.